ദ ലാസ്റ്റ് ഹൗസ് നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സൈഫൈ ഹൊറർ സർവൈവൽ ഡ്രാമ സിനിമയാണ്. മാത്യു റോബിൻസൺ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വാഗ്നൻ മോറയും ഗ്രേറ്റ ലീയുമാണ് ഇതിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് സിനിമയെ കുറിച്ച് പെട്ടെന്ന് വലിയ ഒരു മഴക്കാലത്ത് 4 പേരടങ്ങുന്ന ഒരു കുടുംബം ഒരു വീടിനുള്ളിൽ പുറത്തു പോകാനാകാതെ പെട്ടുപോയതാണ് ദ ലാസ്റ്റ് ഹൗസ് എന്ന സിനിമ പറയുന്നത്. ഒരു ആവറേജ് സർവൈവൽ ഡ്രാമയാണ് ദ ലാസ്റ്റ് ഹൗസ്. തുടക്കത്തിലെ മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മഴക്കാലത്ത് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ത്രില്ലർ സിനിമയായിരിക്കും എന്ന്. പക്ഷെ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വൻ സംഭവമൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ചുമ്മാ ടൈം പാസിന് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം സോൾഡ് ആയിട്ടുള്ള ചില ടെൻഷൻ മേക്കിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ പടത്തിലുണ്ടായിരുന്നു. ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് ഓർമ്മ വന്നത് നമ്മുടെ കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടമാണ്. അപ്പോഴത്തെ പോലെ ഒരു വീട്ടിനുള്ളിൽ നമ്മളിങ്ങനെ അകപ്പെട്ടു പോയാൽ ഫുഡ്, മെഡിസിൻ ഇതൊക്കെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും, ഇതൊക്കെ തന്നെയാണ് ഈ പടവും കാണിക്കുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ കാരണം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു എന്ന് മാത്രം. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള സിനിമയാണ്. ഭയങ്കര ബോറൊന്നും അങ്ങനെ അടിക്കത്തില്ല. ഒരു ഒറ്റ വീടിന്റെ ഉള്ളിലൊക്കെ മാത്രം വെച്ചിട്ട് അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് തന്നെ സിനിമ ഒരുക്കിയിട്ടുണ്ട്. അഭിനയിച്ചവരുടെയൊക്കെ പെർഫോമൻസ് ആണെങ്കിലും കൊള്ളാം. നായകൻ കുടുംബനാഥൻ ജെയ്സൺ ആയിട്ട് വരുന്നത് വാഗ്നർ മോറയാണ്. ഭാര്യയായിട്ട് ഗ്രേറ്റ ലീയും. രണ്ടുപേരും നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ മക്കളായിട്ട് വന്നവരുടെ ചെറുപ്പകാലവും അല്പം മുതിർന്ന ഭാഗവും അഭിനയിച്ച കുട്ടികളും നൈസായിരുന്നു. അങ്ങനെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ പടത്തിലുള്ളൂ. എല്ലാവരും നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കലി ഡീസന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക് ഒക്കെ കൊള്ളാം. പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ കിടുവായിരുന്നു. സൗണ്ട് ഡിസൈനും കൊള്ളാം. VFX നീറ്റ് ആണ്. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരു വലിയ ഇമോഷണൽ കണക്ഷൻ ഒന്നും നമുക്ക് പടം തരുന്നില്ല എന്നുള്ളതാണ്. അതിന് മാത്രം ഡീപ്പായിട്ട് ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല. പടത്തിന്റെ ആണെങ്കിലും ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം നൈസായിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് പടത്തിൽ ചെറിയൊരു ലാഗും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലെ ആ ചെറിയ പയ്യൻ ഇടയ്ക്ക് ബോറടിക്കുന്ന പോലെ ഒരേയിടത്ത് തന്നെ ഈ കഥയാണെങ്കിലും ഇങ്ങനെ ചുറ്റി ചുറ്റി മുമ്പോട്ട് ഇനി എങ്ങനെ പോകണമെന്നറിയാതെ കിടന്ന് കഷ്ടപ്പെടുന്ന പോലെ ഫീൽ ചെയ്തു. പിന്നെ എന്താണ് ഇതിന്റെയൊക്കെ കാരണം എന്നുള്ളതും ഒരു ക്ലാരിറ്റി കൊടുക്കാത്തത് ഉൾപ്പെടെ കുറേയധികം ചോദ്യങ്ങളും പടം ബാക്കി വെക്കുന്നുണ്ട്. മിസ്റ്ററിയും അത്രയ്ക്ക് വലിയ സുഖമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അത് റിവീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ. സോ ക്ലൈമാക്സ് ആണെങ്കിലും അത്രയ്ക്ക് പൂർണ്ണ തൃപ്തി നൽകിയില്ല എന്ന് പറയാം. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് അനുഭവമായിട്ട് തോന്നിയ സിനിമയാണ് ദ ലാസ്റ്റ് ഹൗസ്. പിന്നെ ഓവർ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ടൈം പാസിന് വേണ്ടി വേറെ ഒന്നും കാണാനില്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു പടം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇംഗ്ലീഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. തമിഴ് ഡബിംഗ് അവൈലബിൾ ആണ്. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.